Happy birthday to you. Happy birthday to you. തിലിങ്ങി ഞങ്ങളുടെ വീട്ടിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ തിലിങ്ങിയുടെ ബർത്ത്ഡേ ആണ്, ഞങ്ങൾ എല്ലാവരും കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇത് തിലിങ്ങി ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് തന്ന ട്രീറ്റ് ആണ്. അല്ല, ഇറ്റ്സ് ഓൾറെഡി സ്ലൈസ്ഡ് റൈറ്റ്. ഇതൊരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു, പക്ഷേ എല്ലാവരുടെ ലൈഫിൽ ബർത്ത്ഡേ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം അതിന് നമുക്ക് അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇത് ടാനിയെ നാട്ടിൽ പോയപ്പം ടാനിയുടെ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൊടുത്തു വിട്ട അരിയുണ്ടയാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം ചായയുടെ കൂടെ കഴിക്കുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇത് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ലൈറ്റ്സ് ഒക്കെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമായിരുന്നു. ടാനി അവിടെ എന്തോ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ സ്ട്രോബെറി ഒക്കെ കഴിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ലൈറ്റ് എക്സ്പ്രഷൻ ഇടാൻ കഴിയും. ഇത് അടുത്ത ദിവസം എൻ്റെ വർക്ക് പ്ലേസിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. ഫ്രീസിങ് റെയിൻ ആയിരുന്നു കാനഡയിൽ ആ ഒരു സമയം. ഒരുമാതിരി കട്ടയായിട്ട് വീണുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുമാതിരി കല്ല് വന്ന് വീഴുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ വന്നിട്ട് ഫ്രീസിങ് റെയിൻ കാണുന്നത്. നമ്മുടെ എമ്പുരാൻ റിലീസ് ചെയ്ത വീക്കായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് എമ്പുരാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം ഞാൻ ഹെയർ കട്ടിങ്ങിന് വേണ്ടി പോയായിരുന്നു. പുറത്തൊരു ഡിപ്രസിങ് കാലാവസ്ഥയായിരുന്നു അന്ന്. പക്ഷെ വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ കർട്ടൻ ബാങ്ക്സ് ഒക്കെ ഇട്ടാണ് ഞാൻ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു ഈ ഫാഷനിൽ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാനഡയിൽ ഞങ്ങൾക്ക് ഉണ്ടൊരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അപ്പം അവിടെ പോയിട്ട് ഒരു സെക്കൻഡ് സ്റ്റഡ് പർച്ചേസ് ചെയ്തു. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത സെക്കൻഡ് സ്റ്റഡ്. ഇതാണ് അശ്വിൻ. അപ്പോൾ അശ്വിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ വീക്ക്. അപ്പോൾ അശ്വിന് ഞാനൊരു ബർക്കൻ സ്റ്റോക്സ് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവനെയും കൂട്ടി ബർക്കൻ സ്റ്റോക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയതാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ലുക്സ് പ്രിറ്റി ഓൺ ഹിം. എക്സ്പ്രഷൻ ഇല്ലേ, പ്രതിമയായി. പിന്നെ ഇന്ന് കാനഡയിൽ ഒരു വീക്കെൻഡ് ആണ്. ഇന്ന് പൊതുവെ ആരും വർക്ക് ചെയ്യുന്ന ദിവസമല്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ മേക്കപ്പ് ഇട്ട് കൊടുക്കുകയും പിന്നെ അതുപോലെ പുറത്തൊക്കെ വന്നിരുന്ന് ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. ഇത് ഞാനും ശ്രുതി അവിടെ പുറത്തിരിപ്പുണ്ട്. പിന്നെ ഐഷു ഇവിടെ അപർണയ്ക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് ട്യൂട്ടോറിയൽ പോലെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ശ്രുതി ദേ അവിടെ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് നിൽക്കുന്നു. പിന്നെ അപ്പുറത്തെ രണ്ടുപേരും അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ വീക്കെൻഡ്സിന് ചെയ്യാറുള്ള പരിപാടികൾ. ഞങ്ങൾക്ക് ആർക്കും പോകണ്ടല്ലോ. അപ്പം ഒരു 2 ദിവസം കിട്ടുന്നെല്ലാം ഇതേപോലെ അടിച്ചു പൊളിച്ച് സൂപ്പറായിട്ട് പോവുക. പിന്നെ മൊത്തം ഡാൻസും കലാപരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഡാൻസ് നമ്മൾ ഒരുപാട് ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഡാൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോഴോ അത് നമ്മളെ ഒരുപാട് കാമാക്കുന്നു അല്ലേ. സോ എൻജോയ് യുവർ ലൈഫ് വെൻ യു ഹാവ് ഇറ്റ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.